Hi students, welcome to a lecture series of quantum mechanics. അവസാനം നമ്മൾ നിർത്തിയ ലെക്ചർ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്തത്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നും അതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഒരു വൺ ഡയമെൻഷണൽ ഫോമിൽ നമ്മൾ എഴുതിയത് ഓർമ്മയുണ്ടാവും. IH ക്രോസ് ഡോ psi by dou t is equal to minus h cross square divided by 2m dou square by dou x square plus u into psi എന്നാണ് നമ്മൾ എഴുതിയത്. This is the Schrodinger equation in one dimension. Schrodinger equation in one dimension. This is the time dependent form. And in 3 dimension, this Schrodinger equation can be represented as IH cross dou psi by dou t is equal to minus h cross square divided by 2m del square plus u into psi. This is the Schrodinger equation in 3 dimension. Okay. So in this case, the wave function psi is a function of x, y, z and t, space and time. In this case, the wave function is a function of x and t. And u is a function of position. Okay, clear? Position and time. Time consider here. Okay, time dependent potential or time independent potential. This is Schrodinger equation. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തതാണ്. അപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് യു കനോട്ട് ഡിറൈവ് ദിസ് ബേസിക് ഇക്വേഷൻ. ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ, ദിസ് ഈസ് ദ ബേസിക് ലോ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നമ്മൾ വേവ് ഫംഗ്ഷൻ psi എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് the state of the system. It represents the state of the system, and we have also explained as mod psi square as the probability density, the probability per unit volume, probability of finding the particle at a position x and time, at a position x and t, at a position x and at a time t. That probability density, this mod psi square is probability density, probability per unit volume. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കുമെന്നും അതിന് ഡയറക്റ്റ് ആയിട്ടൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല എന്നുള്ളതും അത് സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈ അല്ലെങ്കിൽ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണെന്നുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ അതിന് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു വേവ് ഫംഗ്ഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് നോർമലൈസബിൾ എന്താ പറയുക, വേവ് ഫംഗ്ഷൻ അതിൻ്റെ നോർമലൈസേഷനും വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലെക്ചറുകളിൽ. വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണെന്നും വെൽ ബിഹേവ്ഡ് ഒരു വേവ് ഫംഗ്ഷൻ വെൽ ബിഹേവ്ഡ് ആവാൻ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷനായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നോർമലൈസബിൾ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവും കണ്ടിന്യൂസും സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേവ് ഫംഗ്ഷൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്തു. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഇതിൽ പറയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു സംശയവുമില്ല. ദിസ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വിച്ച് ഈസ് ഫസ്റ്റ് ഓർഡർ ഇൻ ടൈം. This wave function is first order in time. ശരിയല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, ടൈമിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഓൾസോ ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ ഇൻ സ്പേസ്. second order in space.
ഇവിടെ ഡെൽ സ്ക്വയർ ആണ് വന്നത്. ഡെൽ സ്ക്വയർ അല്ലെങ്കിൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ദിസ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ സ്പേസ് ആൻഡ് ടൈം വിച്ച് ഈസ് ഫസ്റ്റ് ഓർഡർ ഇൻ ടൈം ആൻഡ് സെക്കൻഡ് ഓർഡർ ഇൻ സ്പേസ്. ക്ലിയർ ആണ്. സോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ബേസിക് ടൂളുകളാണ്, ബേസിക് മെത്തേഡുകളാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് മാത്തമാറ്റിക്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ആ ടൂളുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു ദിസ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓൾസോ ദിസ് ഈസ് എ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ലീനിയർ എന്ന് പറയാം? അതായത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ സൈ അതിൻ്റെ അതിൻ്റെ ഡെറിവേറ്റീവ്സും ആണുള്ളത്. ഒരിക്കലും സൈ സ്ക്വയറോ സൈ ക്യൂബോ അല്ലെങ്കിൽ സൈ റൈസ്ഡ് 4 അങ്ങനെയുള്ള ടേമുകളില്ല. ഇതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ്സും ഇല്ല. മാത്രമല്ല ഈ ഇക്വേഷനിൽ, ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈ ഇല്ലാത്ത ഒരു ടേമും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, this Schrodinger equation is linear in wave function psi. This Schrodinger equation is linear in psi. And artham da, that means this equation does not contain any terms, independent of psi, അതായത് വേവ് ഫംഗ്ഷൻ ഇല്ലാത്ത ടേമുകളൊന്നുമില്ല. ഓൾസോ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ any terms which involve higher powers of psi, powers of psi like psi square, psi cube, psi raised to 4, etc., or its derivatives. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇക്വേഷനിൽ സൈ സ്ക്വയറോ സൈ ക്യൂബോ സൈ റൈസ്ഡ് 4 ടേമുകളോ ഒന്നുമില്ല. അതേപോലെ തന്നെ സൈ ഇല്ലാത്തൊരു ടേമും സൈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടേമും ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദിസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ലീനിയർ ഇൻ സൈ എന്ന് നമുക്ക് കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേവ് ഫംഗ്ഷൻ സൈക്ക് ലീനിയർ ആണ് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ദിസ് ഇസ് എ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ for psi. So Schrodinger equation is a linear partial differential equation in psi. It's a partial differential equation which is linear in psi. This is a second order in space ആണ്. അതുകൊണ്ട് തന്നെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ലീനിയർലി നിങ്ങൾ ഇത് PG ലെവലിൽ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് പഠിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇക്വേഷന് രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് നമുക്ക് പറയാൻ പറ്റും. സാധാരണ ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും. മാത്രമല്ല അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ഇവിടെ പോസിബിൾ ആണെന്ന് വിചാരിക്കാം. സോ there are two solutions possible. There are two linearly independent solutions
solutions of the equation. അതായത് നമ്മൾ എഴുതിയ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ രണ്ട് സൈകൾ പോസിബിൾ ആണ്. സേ ലൈക്ക് psi1 and psi2 വിചാരിക്കാം. സേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ഇഫ് യു റൈറ്റ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് psi1 and psi2, a psi1 plus b psi2, this is a linear combination of psi1 and psi2. അതായത് എന്നും ബിന്നും രണ്ട് കോൺസ്റ്റന്റുകളുണ്ട്, psi1 and psi2. ലീനിയർ കോമ്പിനേഷൻ ഓഫ് psi1 and psi2 ആയിട്ടാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക എങ്കിൽ നമുക്ക് the new solution, this is also a solution. അതായത് psi1 ഉം psi2 ഉം രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ psi1ന്റെയും psi2ന്റെയും ലീനിയർ കോമ്പിനേഷനും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് ഈസ് ഓൾസോ എ സൊല്യൂഷൻ ടു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ക്ലിയർ? സോ ഏത് ലീനിയർ കോമ്പിനേഷനും ഒരു സൊല്യൂഷൻ ആയിട്ട് മാറും. സോ എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് psi1 and psi2 is also a solution. ഇപ്പൊ എയും ബിയും എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റന്റുകളാണ്, കോൺസ്റ്റൻസ് ആണ്. These are some constants. Okay. So any linear combination of psi1 and psi2 is also a solution. Okay. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുന്നത് ഈ വേവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി. നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇത് ലീനിയർ ആണ് എന്ന് നമ്മൾ വേവ് ഫംഗ്ഷൻ ലീനിയർ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ലീനിയർ ഇൻ സൈ ആണ്, ലീനിയർ ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഇതിന് നമ്മൾ വേവ് മെക്കാനിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് ലൈറ്റ് വേവ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, two light waves അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് രണ്ടിൻ്റെയും വേവ് ഇൻറ്റൻസിറ്റി നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർഫറൻസ് പോലുള്ള ബിഹേവിയറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. സൗണ്ട് വേവ്സും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. സൗണ്ട് വേവ്സ്, ലൈറ്റ് വേവ്സ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് വേവ്സുകളും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ജനറലി നമുക്ക് അത്തരം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് വേവിൻ്റെയും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ആക്ച്വലി വേവ് ഇക്വേഷൻ. ഏത് വേവ് ഇക്വേഷനും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ വേവിൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള വേവ് ഫംഗ്ഷനും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം. അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ രണ്ട് വേവുകൾ, രണ്ട് പാർട്ടിക്കിളുകളുടെ വേവുകൾ നമ്മളിങ്ങനെ വേവ് ഫങ്ഷൻസ് നമ്മൾ psi1 psi2 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് psi1 പ്ലസ് psi2 ആയിരിക്കും റിസൾട്ടൻറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വേവ് ഫംഗ്ഷൻ വിൽ ഓൾവേസ് സാറ്റിസ്ഫൈ ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ വേവ് ഫംഗ്ഷൻ will always satisfy superposition principle. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ psi will satisfy superposition principle. അതായത് ജനറലി നമുക്ക് psi എന്ന് പറയുന്നത് psi1 പ്ലസ് psi2 പ്ലസ് psi3 ഒരുപാട് വേവ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഏത് ലീനിയർ കോമ്പിനേഷനും അതും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണെന്ന് നിങ്ങൾ പഠിച്ചതാണ്. psi1ഉം psi2ഉം രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള സൊല്യൂഷൻസും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയറുമാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ വേവ് ഫംഗ്ഷൻ ലീനിയറുമാണ്. വേവ് ഫംഗ്ഷൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ വാട്ടർ വേവ്സിൻ്റെയോ സൗണ്ട് വേവ്സിൻ്റെയോ ലൈറ്റ് വേവ്സിൻ്റെയോ പോലെ മാറ്റർ വേവ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനും
സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേവ് ഫംഗ്ഷനിൽ നിന്നല്ല നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രോബബിലിറ്റിയിൽ നിന്നാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സൈ അല്ല, മോഡ് സൈ സ്ക്വയർ ആണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്, മോഡ് സൈ സ്ക്വയർ ആണ്. സൈക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. നിങ്ങളൊരു വാട്ടർ വേവ്സിലെ ഹൈറ്റ് ഓഫ് ദ വാട്ടർ വേവ് ആണ് അവിടെ ആ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എങ്കിൽ, ഇവിടെ മാറ്റർ വേവ്സിൽ നമ്മൾ സൈ ആണ് റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ആ സൈക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. മോഡ് സൈ സ്ക്വയർ ആണ് ആ പാർട്ടിക്കിളിനെ അവിടെ കാണാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലീനിയാരിറ്റിയും സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിളും, അതായത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഇപ്പോൾ ഒരു രണ്ട് പാർട്ടിക്കിളുകളുടെ രണ്ട് വേവ് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ, സൈ 1ഉം സൈ 2 ആണെങ്കിൽ റിസൾട്ടന്റ് വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതുക സൈ 1 + സൈ 2 എന്നാണ്. അതാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ രണ്ട് പ്രോബബിലിറ്റി മോഡ് സൈ 1 സ്ക്വയർ എന്നും മറ്റൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി മോഡ് സൈ 2 സ്ക്വയർ എന്നും ഉണ്ടെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി, ദിസ് ഇസ് P1 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് P2 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡ് സൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡ് സൈ 1 സ്ക്വയർ പ്ലസ് മോഡ് സൈ 2 സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇത് ആക്ച്വൽ അല്ല, സെയിം അല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രോബബിലിറ്റി ആഡ് ചെയ്യാൻ പറ്റില്ല, വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ വേവ് ഫംഗ്ഷൻസ് ക്യാൻ ആഡ് നോട്ട് ദ പ്രോബബിലിറ്റീസ്. നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വേവ് ഫംഗ്ഷൻസ് ആഡ് നോട്ട് ദ പ്രോബബിലിറ്റീസ്, നോട്ട് ദ പ്രോബബിലിറ്റീസ്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. വേവ് ഫംഗ്ഷൻസ് ആഡ് നോട്ട് ദ പ്രോബബിലിറ്റീസ്. പ്രോബബിലിറ്റീസ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. എങ്ങനെയാണ് നമുക്ക് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ. ഇപ്പോൾ നമ്മളൊരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റ് അനലൈസ് ചെയ്യുകയാണ്. ദാറ്റ് എക്സ്പെരിമെൻ്റ് ഈസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഓഫ് ഇലക്ട്രോൺ ബീം ഡിഫ്രാക്ഷൻ. ഡബിൾ സ്ലിറ്റ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഓഫ് ഇലക്ട്രോൺ ബീം diffraction. എങ്ങനെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പോൾ അതിന് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾ ഒപ്റ്റിക്സിൽ പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഒരുപാട് എടുക്കുകയാണ്. ഒരു ടാർജറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു ഇലക്ട്രോൺ ഗണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അതിൽ നിന്ന് സെവറൽ ബീംസ് ഓഫ് ഇലക്ട്രോൺസ്, വളരെ നാരോ ബീം ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസ് വന്ന് രണ്ട് നാരോ സ്ലിറ്റുകൾ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സ്ലിറ്റ് 1, സ്ലിറ്റ് 2. രണ്ട് നാരോ സ്ലിറ്റുകൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ നാരോ സ്ലിറ്റിൽ കൂടെ ഇലക്ട്രോൺ ബീം കടന്നു പോകുന്നു. ഈ നാരോ സ്ലിറ്റിലുള്ള ഇലക്ട്രോൺ ബീം നമ്മൾ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്സിൽ. ഡൈഫ്രാക്ഷൻ സംഭവിച്ച് നമുക്കിവിടെ സ്ക്രീനിൽ ഒരു പാറ്റേൺ കിട്ടുന്നു. ഇതാണ് നമ്മളിവിടെ, നമുക്കറിയാം ഈ ഒരു റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇലക്ട്രോൺ ബീം ആണെങ്കിലും ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആയിട്ടുള്ള സൈസ് ആയിരിക്കും സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ബീമുകളും സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ട് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സുകൾ നമുക്ക് എക്സ്പ്ലെയിൻ. ലൈറ്റ് ബീമിലാണെങ്കിൽ അതാണ്, ഇലക്ട്രോൺ ബീമിലും ആ രൂപത്തിൽ തന്നെ അതിൻ്റെ ഇലക്ട്രോൺ വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആയിട്ടുള്ള സ്ലിറ്റ് വിഡ്ത്ത് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ക്രീൻ.
അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ചിലപ്പോൾ പോയിന്റുകളിൽ ഇൻറ്റൻസിറ്റി മാക്സിമം, ചില പോയിന്റുകളിൽ ഇൻറ്റൻസിറ്റി മിനിമം, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് നമുക്കിവിടെ പോസിബിളായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ there are two slits, slit 1 and slit 2. This is slit 2, this is slit 2, this is slit 1. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. സപ്പോസ് യു ക്ലോസ് slit 1. അല്ലെങ്കിൽ സപ്പോസ് യു ക്ലോസ് സ്ലിറ്റ് 2. സ്ലിറ്റ് 2 ക്ലോസ് ചെയ്തു. അപ്പോൾ സ്ലിറ്റ് 1 മാത്രമേ ഉള്ളൂ. സ്ലിറ്റ് 1 മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഒരൊറ്റ സ്ലിറ്റേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി, ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. അതായത് ഈ സ്ലിറ്റിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള പോയിന്റിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലിറ്റ് 1 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ട്രോൺ ബീം സ്ലിറ്റ് 1ൽ കൂടെ കടന്നു വന്നിട്ട് ഇൻറ്റൻസിറ്റി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാക്സിമം ആയിരിക്കും. ബാക്കി എല്ലാ സ്ഥലത്തും ഇൻറ്റൻസിറ്റി ഇങ്ങനെ ഒരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇതാണ് മോഡ് psi1 സ്ക്വയറിൻ്റെ പ്ലോട്ട്. ഓക്കെ, മോഡ് psi1 സ്ക്വയർ ഇങ്ങനെയായിരിക്കും പ്ലോട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്ലിറ്റ് 1 എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോബബിലിറ്റി എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രോബബിലിറ്റിയുമായിട്ട് അസോസിയേറ്റ്, പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി മോഡ് psi സ്ക്വയർ. അപ്പോൾ ഇവിടെ സ്ലിറ്റ് 1 ആയതുകൊണ്ട് ഞാൻ മോഡ് psi1 സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി സ്ലിറ്റ് 1 ക്ലോസ് ചെയ്യുക, സ്ലിറ്റ് 2 ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക? നിങ്ങൾക്ക് കിട്ടുന്ന പാറ്റേൺ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ക്വൈറ്റ് സിമിലർ ടു ദാറ്റ് വി ഹാവ് ഒബ്റ്റെയിൻഡ് ഇൻ സ്ലിറ്റ് 2. സ്ലിറ്റ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. മോഡ് psi2 സ്ക്വയർ. ഓക്കെ, ഇനി 2 സ്ലിറ്റും കൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മോഡ് psi1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് P1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സ്ലിറ്റ് 1ൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രോണുകൾ ഈ സ്ക്രീനിൽ ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷനാണ്. അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമുകളെ കാണാനുള്ള ഇലക്ട്രോണുകളെ ഈ സ്ക്രീനിൽ കാണാനുള്ള സ്ലിറ്റ് 1ൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രോണുകളെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് സ്ലിറ്റ് 2 ക്ലോസ് ചെയ്ത സമയത്ത് കിട്ടുന്ന മോഡ് psi1 സ്ക്വയർ. മോഡ് psi2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ P2 പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി 2 സ്ലിറ്റും കൂടി ഓപ്പൺ ചെയ്താൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണ്? ഈ 2 പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാട്ട് വി ഹാവ് എക്സ്പെക്റ്റഡ് ഈസ് മോഡ് psi1 സ്ക്വയർ പ്ലസ് മോഡ് psi2 സ്ക്വയർ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് കേട്ടോ. P1 പ്ലസ് P2 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. വാട്ട് വി ഹാവ് എക്സ്പെക്റ്റഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. പക്ഷേ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദിസ്. ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു സെൻറ്റർ മാക്സിമത്തിലായിരിക്കും ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ഇൻറ്റൻസിറ്റി സെൻറ്റർ മാക്സിമം പിന്നെ 2 സൈഡിലേക്കും പോകുമ്പോൾ ഇൻറ്റൻസിറ്റി കുറയുന്ന രൂപത്തിലാണ് നമുക്ക് പാറ്റേൺ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ആക്ച്വൽ റിസൾട്ട്. ഇത് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. സെൻറ്റർ മാക്സിമം, 2 സൈഡിലും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഇൻറ്റൻസിറ്റീസ് ഉണ്ടാവും. പക്ഷെ വേരിയിങ്
ഇൻറ്റൻസ് അതായത് വേരിയിങ് ആംപ്ലിറ്റ്യൂഡിലായിരിക്കും അല്ലെങ്കിൽ വേരിയിങ് ഇൻറ്റൻസിറ്റി വേരി ചെയ്തുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സെൻട്രലായിരിക്കും മാക്സിമം ഇൻറ്റൻസിറ്റി വരിക. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുക. ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് വിത്ത് സെൻറ്റർ മാക്സിമം. ഇതാണ് ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ റിസൾട്ട്. നമുക്ക് സാധാരണ ഒപ്റ്റിക്സിൽ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ രൂപത്തിലുള്ളതാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു മോഡ് സൈ 1 സ്ക്വയർ പ്ലസ് മോഡ് സൈ 2 സ്ക്വയർ. ദിസ് ഈസ് അതായത് പ്രോബബിലിറ്റി ചുമ്മാ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കില്ല. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയ കാര്യങ്ങളൊന്നും കൂടി, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി റെപ്രസെൻറ്റ് ചെയ്യട്ടെ. സ്ലിറ്റ് 2 ഓപ്പൺ ചെയ്തു, സ്ലിറ്റ് 1 ഓപ്പൺ ചെയ്തപ്പോൾ സ്ലിറ്റ് 2 ക്ലോസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ മോഡുലസ് സൈ 1 സ്ക്വയർ എന്നാണ് എഴുതിയത്. ഇനി സ്ലിറ്റ് 1 ക്ലോസ് ചെയ്തു, സ്ലിറ്റ് 2 മാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് മോഡ് സൈ 2 സ്ക്വയർ ആണ്. P1 പ്ലസ് P2 നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത് P1 പ്ലസ് P2 ആണ്. ദാറ്റ് ഈസ് മോഡ് സൈ 1 സ്ക്വയർ പ്ലസ് മോഡ് സൈ 2 സ്ക്വയർ. ബട്ട് വി ഗോട്ട് അനദർ റിസൾട്ട്. എന്തായിരിക്കും കാരണം? അത് വളരെ ലളിതമായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം സ്ലിറ്റ് 1ഉം 2 സ്ലിറ്റുകളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. സ്ലിറ്റ് 1ഉം സ്ലിറ്റ് 2ഉം. സ്ലിറ്റ് 2 ക്ലോസ് ചെയ്ത് സ്ലിറ്റ് 1 മാത്രം ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത വേവ് ഫംഗ്ഷൻ സൈ 1 എന്നാണ്. സ്ലിറ്റ് 2 ഓപ്പൺ ചെയ്ത് സ്ലിറ്റ് 1 ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ സൈ 2 എന്നായി. രണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂ വേവ് ഫംഗ്ഷൻ ഈസ് സൈ 1 പ്ലസ് സൈ 2 ബിക്കോസ് വേവ് ഫംഗ്ഷൻസ് സാറ്റിസ്ഫൈ superposition principle. So the probability density will be P will be modulus psi square, that is equal to modulus of psi 1 plus psi 2 whole square. അപ്പോൾ അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. P is equal to modulus psi square or simply psi star psi എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് psi star എന്ന് പറയുന്നത് psi 1 plus psi 2 whole star into psi 1 plus psi 2. സോ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. psi 1 star plus psi 2 star into psi 1 plus psi 2. So psi 1 star psi 1 plus psi 1 star psi 2 plus psi 2 star psi 1 plus psi 2 star psi 2. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മോഡുലസ് psi 1 സ്ക്വയർ ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് മോഡുലസ് psi 2 സ്ക്വയർ പ്ലസ് psi 1 star psi 2 plus psi 2 star psi 1. So that is not equal to modulus P1 plus P2. So probability P is not equal to. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓർക്കുക, വേവ് ഫംഗ്ഷൻസ് will satisfy superposition principle but not the probabilities. Probability will not satisfy the superposition principle. Okay. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയും. എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റും തന്നെയാണ്. നമ്മളിനി തുടർന്ന് ക്വാണ്ടം മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്സർവബിൾ ക്വാണ്ടിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ആ ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമുക്ക് എപ്പോഴും എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ.
എക്സ്പെക്റ്റേഷൻ വാല്യൂ. ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസിനെ ഡിസ്കസ് ചെയ്യാറുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. പലതരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമുക്ക് ഫിസിക്സിൽ ആവശ്യം വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മൊമെൻറ്റം മെഷർ ചെയ്യേണ്ടി വരും, പൊസിഷൻ മെഷർ ചെയ്യേണ്ടി വരും, എനർജി മെഷർ ചെയ്യേണ്ടി വരും, ആംഗുലർ മൊമെൻറ്റം മെഷർ ചെയ്യേണ്ടി വരും, സ്പിന്ന് മെഷർ ചെയ്യേണ്ടി വരും. ഇത്തരം എല്ലാ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസിൻ്റെയും മെഷർമെൻറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഷറബിൾ പാരാമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഇൻഫർമേഷനായിട്ട് നമ്മൾ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഒബ്സർവബിളിൻ്റെ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് എക്സ്ട്രാക്ട് ദിസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ്, നമ്മൾ സാധാരണ അത് റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ടിട്ട്, ഇപ്പോൾ പൊസിഷൻ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പൊസിഷൻ അത് ആ വേർഡ് അർത്ഥത്തിൽ ആ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്ന ആ ടേമിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ, അല്ലെങ്കിൽ തിയററ്റിക്കലി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ, ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വാല്യൂ. ഇത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് സ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇതെന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ എന്താ പറയുക, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറിയും അതിൻ്റെ ബിഹേവിയറും അതിൻ്റെ വെലോസിറ്റിയും ആക്സലറേഷനും അതിൻ്റെ പീരീഡും ഫ്രീക്വൻസി, അങ്ങനെയുള്ള എല്ലാ ആംഗുലർ മൊമെൻറ്റം, അങ്ങനെ എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ സം ഫങ്ഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ സാധാരണ മെത്തേഡ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഇതിന് പകരം നമ്മൾ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്സർവബിളിൻ്റെ ചില ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന പരിപാടിയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതൊരു ആവറേജ് വാല്യൂ എന്നുള്ള കോൺസെപ്റ്റൊക്കെ അതിലേക്ക് വരും. ആവറേജും എക്സ്പെക്റ്റേഷൻ വാല്യൂവും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് പതിയെ അത് മനസ്സിലാക്കും. അപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്കാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. പുതിയൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇറ്റ് ആക്ച്വലി എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം ദ വേവ് ഫംഗ്ഷൻ. ഒരു ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ്, അതും പൊസിഷൻ ആവാം, മൊമെൻറ്റം ആവാം, എനർജി ആവാം, ആംഗുലർ മൊമെൻറ്റം ആവാം, സ്പിൻ ആവാം, ഏത് ക്വാണ്ടിറ്റി ആവട്ടെ, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആവട്ടെ, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒരു ഇൻഫർമേഷൻ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് extracts information from the wave function. എന്താ ഈ വേവ് ഫംഗ്ഷൻ പറയാൻ കാരണം, ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ കോംപ്ലക്സ് നമ്പർ which is a function of space and time, x, y, z, t. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ക്വാണ്ടം മെക്കാനിക്സിൽ 100% പ്രഡിക്റ്റബിലിറ്റി അവിടെ ഇല്ല. അവിടെ ഒരു പ്രോബബിലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷനിലാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എന്താ, അവിടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പാർട്ടിക്കിളിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഒരു വിതിൻ ആൻ അൺസർട്ടനിറ്റി ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു അൺസർട്ടനിറ്റി അവിടെ പ്രധാനമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബബിലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷനും വേവ് ഫംഗ്ഷൻ പാർട്ടിക്കിളിൻ്റെ വേവ് പ്രോപ്പർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മാറ്റർ വേവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റൊക്കെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇൻഫർമേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മോഡ് സൈ സ്ക്വയർ. സൈ അറിയാമെങ്കിൽ മോഡ് സൈ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഇറ്റ് വിൽ ഗിവ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓർ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ
probability per unit volume, probability per unit volume for finding the particle, at a given space and time, ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എക്സ്പെക്റ്റേഷൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിൾ എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ഒരു ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഇപ്പോൾ നിങ്ങളൊരു 1 ഡയമെൻഷനിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ആ പാർട്ടിക്കിളിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് പൊസിഷനാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കിൾ സംവെയർ ഇൻ ദിസ് റീജിയൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വാല്യൂ, ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ കോൺസെപ്റ്റിലേ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിൽ ഇന്ന സ്ഥലത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ അതിന് പകരം ക്വാണ്ടം മെക്കാനിക്സിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ കണ്ടുപിടിച്ചുകൊണ്ടാണ് പാർട്ടിക്കിളുടെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് മൊമെൻറ്റം, അതുപോലെ തന്നെയാണ് എനർജി. കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിൽ നമ്മൾ പറയുന്നില്ല, ഒരു പ്രോബബിലിസ്റ്റിക് ആസ്പെക്റ്റിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, ഒരു ഒബ്സർവബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ പറയുന്നത്. അതായത് മെഷറബിൾ വാല്യൂ എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണത്. ഒരു പാർട്ടിക്കിളിൻ്റെ മെഷറബിൾ വാല്യൂ തന്നെയാണ്. എനർജി മെഷർമെൻറ്റ് നിന്ന് കിട്ടുന്ന വാല്യൂ തിയററ്റിക്കലി ക്വാണ്ടം മെക്കാനിക്കലി പ്രഡിക്റ്റ് ചെയ്യുന്ന എനർജിയും എനർജി എക്സ്പെക്റ്റേഷൻ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ തിയറി എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എക്സ്പെക്റ്റേഷൻ വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പേസ് ആൻഡ് ടൈമിൽ ആ പാർട്ടിക്കിളിൻ്റെ ഏത് ലെവലാണെന്ന് നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യുവർ തിയറി ഈസ് ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കുന്നതാണ് എക്സാമ്പിൾ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, സപ്പോസ് യു കൺസിഡർ എ പാർട്ടിക്കിൾ വിച്ച് ഈസ് കൺഫൈൻഡ് ഇൻ 1 ഡയമെൻഷൻ, കൺഫൈൻഡ് ടു മൂവ് ഇൻ 1 ഡയമെൻഷൻ. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ എ പാർട്ടിക്കിൾ confined along x-axis. അതായത് നമ്മളൊരു 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ along x-ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. 1 ഡയമെൻഷൻ സ്ട്രൈറ്റ് ലൈനിലാണ്. ഇതിലെവിടെയാണ് പാർട്ടിക്കിൾ, ഇത്രയും നമുക്കറിയുള്ളൂ. അപ്പോൾ നമുക്ക് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് t കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ പാർട്ടിക്കിൾ എവിടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ അതൊരു വിഷയമേ അല്ല. ഇക്വേഷൻസ് ഓഫ് മോഷൻ സോൾവ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് പാർട്ടിക്കിളിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്കിളിനെ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു കംപ്ലീറ്റ് ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റ് ഇല്ലാതെ ഒരു പ്രോബബിലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു വേവ് ഫംഗ്ഷനാണ്. വേവ് ഫംഗ്ഷൻ്റെ മോഡ് സൈ² എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായി പാർട്ടിക്കിളിനെ എങ്ങനെ 100% ഡിറ്റർമിനിസ്റ്റിക് ആസ്പെക്റ്റിലല്ല നമ്മൾ പറയുന്നത്, ഒരു പ്രോബബിലിസ്റ്റിക് ആസ്പെക്റ്റിൽ നമ്മൾ പാർട്ടിക്കിളിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ, പാർട്ടിക്കിൾ പൊസിഷൻ്റെ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ, ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ സ്പെസിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഒരു പാർട്ടിക്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു പാർട്ടിക്കിളിന് പകരം യു കൺസിഡർ സെവറൽ പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു പാർട്ടിക്കിൾ ഉണ്ട്.
that particle is confined along x-axis. അതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് പൊസിഷണൽ ടൈം. ടി സമയത്ത് വേവ് ഫംഗ്ഷൻ നമ്മൾ സൈ ഓഫ് എക്സ് കോമ ടി എന്നാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇമാജിൻ ചെയ്യുന്ന ഈ ഒരു ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതേ വേവ് ഫംഗ്ഷനുള്ള ഒരുപാട് പാർട്ടിക്കിളിനെ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇമാജിൻ ചെയ്യും. ദാറ്റ് മീൻസ് ഞാനവിടെ സെൻറ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യാം. Suppose we measure the position of several particles which are described by same wave function psi of x comma t at a particular instant t. അതായത് നമ്മുടെ കയ്യിൽ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താ, അതേ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനുള്ള സിമിലർ വേവ് ഫംഗ്ഷനുള്ള ഒരേ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഒരുപാട് പാർട്ടിക്കിളിനെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. ഒരു പാർട്ടിക്കിളിന് പകരം ഒരുപാട് പാർട്ടിക്കിളിനെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. എല്ലാ പാർട്ടിക്കിളുകളും ഈ പാർട്ടിക്കിളിൻ്റെ അതേ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അതേ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതൊരു മാത്തമാറ്റിക്കലി മാത്രം ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്തു, നമ്മളൊരു പാർട്ടിക്കിളിന് പകരം ഒരുപാട് പാർട്ടിക്കിളുകളെ ഇമാജിൻ ചെയ്തു. എല്ലാ പാർട്ടിക്കിളുകളുടെയും വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം വേവ് ഫംഗ്ഷൻ. വി ക്യാൻ ഡിസ്ക്രൈബ് the wave function of all particles by the same wave function psi of x comma t at a particular instant. ഒരു പർട്ടിക്കുലർ സമയത്ത് ആ സമയവും മാറിയിട്ടില്ല, വേവ് ഫംഗ്ഷനും മാറിയില്ല. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വേവ് ഫംഗ്ഷനാണ് എല്ലാ പാർട്ടിക്കിളും. ഒരു പാർട്ടിക്കിളിന് പകരം ഒരുപാട് പാർട്ടിക്കിളുകൾ ഇമാജിൻ ചെയ്തു. എല്ലാ പാർട്ടിക്കിളുകളുടെയും വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് psi of x comma t. ഓക്കെ, അങ്ങനെ മെഷർ ചെയ്തിട്ട് ആ മെഷർ ചെയ്ത പൊസിഷൻസിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ പാർട്ടിക്കിളുകളുടെയും പൊസിഷൻ നമ്മൾ മെഷർ ചെയ്തു. ഇതൊക്കെ മാത്തമാറ്റിക്കലിയാണ് പറയുന്നത്. നമ്മളൊരു പാർട്ടിക്കിളിന് പകരം ഒരുപാട് പാർട്ടിക്കിളുകളെ ഇമാജിൻ ചെയ്യുക. അതേപോലത്തെ അതായത് ഇപ്പം നമ്മളുടെ കയ്യിലൊരു ബോൾ ഉണ്ടെന്ന് വിചാരിച്ചു. ആ ബോളിൻ്റെ അതേ ഷേപ്പും അതേ സൈസും അതേ സ്റ്റേറ്റും ഉള്ള അതേ വേവ് ഫംഗ്ഷനും ഉള്ള ഒരുപാട് പാർട്ടിക്കിളുകളെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് എല്ലാ പാർട്ടിക്കിളുകളുടെയും പൊസിഷൻസ് നിങ്ങൾ മെഷർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഒരു പർട്ടിക്കുലർ സമയത്ത് തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10:30 എന്ന് പറയുന്ന ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ എല്ലാ പാർട്ടിക്കിളുകളെയും നമ്മൾ ഒരു പാർട്ടിക്കിളിന് പകരം ഒരുപാട് പാർട്ടിക്കിളുകളെ ഇമാജിൻ ചെയ്തു. എല്ലാ പാർട്ടിക്കിളുകളും ഒരേ അവസ്ഥയിലാണ്, ഒരേ സ്റ്റേറ്റിലാണെന്ന് ഇമാജിൻ ചെയ്യുക. ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ പാർട്ടിക്കിളുകളുടെ പൊസിഷൻ, എല്ലാ പാർട്ടിക്കിളുകളുടെയും പൊസിഷൻ നിങ്ങൾ മെഷർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ മെഷർ ചെയ്തിട്ട് എല്ലാ പാർട്ടിക്കിളുകളുടെയും ആ മെഷർമെൻറ്റ് പൊസിഷൻസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ആവറേജ് ഇൻസ്റ്റൻറ്റ് ആൻഡ് ആവറേജ് ദ റിസൾട്ട്സ്. ദിസ് റിസൾട്ട് ഈസ് കോൾഡ് the expectation value of the position of the particle. Expectation value of the position of the particle. ഇത് കുറച്ച് മാത്തമാറ്റിക്കലി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാക്കാൻ ഇതിൻ്റെ ഒരു എൻസംബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അതിലേക്കൊക്കെ കണക്ട് ചെയ്യാവുന്ന, എൻസംബിൾ ആവറേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കൊക്കെ കണക്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ആ പാർട്ടിക്കിൾ ഇറ്റ് ഈസ് കൺഫൈൻഡ് അലോങ് എക്സ് ആക്സിസ്.
So expectation value of the position of the particle can be represented as the average of positions of great many particles. All of them are confined along x-axis. All of them are at the same instant, and all particles can be expressed using the same wave functions. Then average of these positions will represent the expectation value of that particle. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളിത് അനലൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.